ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു പുതിയൊരു റെസിപ്പി ആയാലോ? അധികം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് തോന്നിയത്. പുയിങ്ങല റൊട്ടി, പുയിങ്ങപ്പത്തിൽ, മീൻ പത്തിൽ എന്നെല്ലാം പറയൂ. അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടെല്ലാം കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ തന്നെ ഫിഷിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിനേനു. അത് നമുക്ക് ഓരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിലയിടങ്ങളിലെല്ലാം ചിക്കൻ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ കൂടുതലും ടേസ്റ്റ് ഫിഷ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്. മീൻ കഷ്ണങ്ങൾ ഓരോന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലായിട്ട് തൂവി കൊടുക്കുക. ഒരു മീഡിയം ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓവറായിട്ട് ഫ്രൈ ആയി പോകേണ്ട, കാരണം ഇതിൻ്റെ ടെക്സ്ചർ, അതായത് ഇതിൻ്റെ ഫ്ലേവർ മസാലയ്ക്ക് പിടിക്കാനുള്ളതാണ്. ഈ ഒരു ടൈം ആകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നെക്സ്റ്റ് ബാച്ചും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ സവാള ഇട്ട് വഴറ്റുന്നത്. അപ്പോൾ ഈ സെയിം ഓയിലിൽ തന്നെ 2 മീഡിയം സൈസുള്ള സവാള ഇതേപോലെ തന്നെ വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വഴന്ന് വരണം. ഇത് ഒന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് ഇതിൽ നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള തക്കാളി ഞാനിപ്പോൾ എടുത്തേ. അതുകൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സായി വരുന്ന സമയത്ത് ഒരു 4 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുക. അത് മുഴുവനായിട്ട് തന്നെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. മൊത്തത്തിൽ ഇതേപോലെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല നല്ല രീതിയിൽ തന്നെ വഴന്ന് വരണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് കൂടി തയ്യാറാക്കാം. ഞാനിപ്പോൾ അരമുറി തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ 1 ഏലക്കായുടെ കഷ്ണം, ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഈ മസാലയിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പൊടികളിട്ട് തുടങ്ങാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് ഇമ്പോർട്ടൻ്റാണ്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ കുറുകി വരുന്ന ടൈമിൽ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും തൂക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആമീസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി പച്ചവെള്ളത്തിൽ കുഴക്കുക. ഒരു മിക്സിയുടെ ജാറെടുത്ത് അരമുറി തേങ്ങ, 1 ടീസ്പൂൺ വലിയ ജീരകം, ഇത് ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് ആ അരിയിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ കുഴച്ച് മാറ്റി വെക്കാം. ഇതുപോലെ ഞാൻ കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഈ അട തയ്യാറാക്കി എടുക്കുന്നത് വാഴയിലയിലാണ്. അപ്പോൾ കുറച്ച് വാഴയിലേണ്ട ആവശ്യമുണ്ട്. ഞാനിപ്പോൾ വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തൂവി
ഓരോ ബോൾസായിട്ട് നമുക്കിതിൽ പരത്തി കൊടുക്കണം. ഈ മാവ് കുറച്ച് കയ്യിലേക്ക് എടുത്ത് നല്ല രീതിയിൽ തന്നെ ബോൾസാക്കി എടുത്ത് ഇതിലേക്ക് പരത്തിയെടുക്കാം. ഈ ഇലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കാം. അധികം കട്ടി വേണ്ട, നൈസായിട്ട് തന്നെ പരത്തിക്കോ. പരത്തിയതിന് ശേഷം നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല 1-2 സ്പൂണ് ഇട്ട് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ, അത് ഈ അപ്പത്തിൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മസാല എല്ലായിടത്തും ഫില്ലായി. ഇനി ഫിഷ് ഫ്രൈ വെച്ച് മടക്കി കൊടുക്കുക. നമുക്കിതിപ്പോൾ സ്റ്റീമറിലാണ് വേവിച്ചെടുക്കേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ അടകളായിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂർ വെന്ത് മതി. ഇതേപോലെ അടച്ച് വെച്ച് വേവിക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമ്മളിതാ ടേസ്റ്റി മീൻ റൊട്ടി റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അടിപൊളിയായി. ഇത് കാണാനും കഴിക്കാനല്ലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇൻഷാ അല്ലാഹ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. See you next time. Bye. Assalamu alaikum.